ഇപ്പൊ എങ്ങനെയുണ്ട്? ഫോട്ടോ കണ്ടേ? ഇനി എന്നെ പാണ്ടിന്ന് വിളിക്കോ? വിളിക്കുമെന്നോ വിളിക്കൂലെന്നോ? വിളിക്കൂല. അച്ഛാ, ചേട്ടൻ വന്നു. വാക്കിന് വിലയുണ്ടോ? അയ്യ, നീ എന്തിനാ പേടിക്കുന്നത്? നിന്നെ ഞാനല്ലേ വിളിക്കുന്നത്. ഇങ്ങോട്ട് ഇറങ്ങ്. ഇവിടെ ആരും ഒരു ചുക്കും ചെയ്യത്തില്ല. ആരെങ്കിലും കാണോ എന്റെ ഈശ്വര? ഒന്നിങ്ങോട്ട് പോയേ. വരട്ടരുത്. എനിക്ക് ഈ ലോകത്താരെയും പേടിയില്ല. അയ്യോ, അറിയാം. ഒന്ന് പോയേ. കിണിക്കാതെ പോ. അവർക്ക് ചെടി നനയ്ക്കാൻ കണ്ട ഒരു നേരം. കൊച്ചമ്മ, കൊച്ചമ്മ വന്നേ. നീ വന്നേ. എന്നെ നാടി. എന്റെ ഈശോയെ. അയ്യോ, ദേ കണ്ടോ? അതെ, പ്രസാദ് തന്നെ. എനിക്കുമുണ്ട് എന്റേതായ ചില പ്രശ്നങ്ങള്. അത്രയും പേരുടെ മുമ്പിൽ വെച്ച് എന്നെ അടിച്ച് നാറ്റിച്ചില്ലേ? അതിന് പകരമായി ഈ അടി. ഇനി ഞാൻ എവളുടെ കൂടെയാ താമസിക്കാൻ പോണത്? ആർക്കാ എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാ ചെയ്തോ. മോനെ, അമ്മ കരയണ്ട. അച്ഛന് മാത്രമല്ല വാശി, എനിക്കുണ്ട്. പടി. എന്താ മതിയായോ എനിക്ക്? എന്റെ പട്ടി അറിയുന്നു തന്റെ പഠിക്കാത്ത. മോളെ, എടുക്കാനുള്ളത് വെച്ചത് എടുത്തോ. മതി ഇവിടുത്തെ പൊറുതി. നിനക്കും കുഞ്ഞിനും ഒരു നേരത്തെ കഞ്ഞി തരാൻ ഈ അച്ഛന് ആരും ഔദാര്യം വേണ്ട. ഞാൻ വരില്ല. പട്ടിണിയായാലും പാടായാലും എന്റെ വീടിത്. ഇവിടം വിട്ട് ഞാൻ എങ്ങോട്ടും വരില്ല. മോളെ, കേട്ടില്ലേ? എന്റെ മകളെ ഞാൻ അങ്ങനെ വളർത്തിയിട്ടുള്ളത്. ഇയാളുടെ മകന് കൊടുക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടില്ല. ഇവളെ വന്ന് കാല് പിടിച്ചതുകൊണ്ടാ. ഇതിലും നല്ലതേ വല്ല കടലിലും കെട്ടി താക്കുമായിരുന്നു. ഇത് ഞങ്ങളുടെ കുടുംബകാര്യ, ഞങ്ങൾ തീർത്തോളാം. അങ്ങനെ തീർത്താ പോരല്ലോ. ഇത് എന്റെ വീടാ. എനിക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. നാളികേരക്കാരെ അടച്ചു വിളിച്ച് കൊട്ടും കുറവിയായിട്ട് ആഘോഷമായിട്ട് നടത്തിയ കല്യാണമാ. 15 പവന്റെ ആഭരണങ്ങള്, 14 കൂട്ടം കറികള്, പപ്പടം, പഴം, പായസം, അടപ്രഥമൻ. അല്ലാതെ ബന്ധത്തിലാന്ന് വെച്ച് പറഞ്ഞ ഉന്തിത്തള്ളി വിട്ടൊന്നുമില്ല. കേട്ടാ, എന്തിനാ ഇതൊക്കെ നാട്ടുകാരെ അറിയിക്കാൻ? അറിയട്ടെടി, എല്ലാരും അറിയട്ടെ. താൻ എന്നെ അളിയാന്നൊന്നും വിളിക്കണ്ട. നമ്മൾ തമ്മിൽ ഇനി അങ്ങനെ ഒരു ബന്ധമില്ല. എല്ലാം എവിടെ വെച്ച് മുറിച്ചിട്ട് ഞാൻ. അങ്ങനെയാണെങ്കിൽ എനിക്കത് സംസാരിക്കാനുണ്ട്. താൻ എന്താ പറഞ്ഞേ? 4 കരക്കാരെ അടക്കി വിളിച്ചെന്നോ? അതിനൂടെ ആകെ 2 കരക്കാരല്ലേ ഉള്ളൂ. അതിൽ തന്നെ അണ്ടനും അടകോടനും എല്ലാം കൂടെ ചേർത്ത് 50 പേരിക്കുള്ളൂ വരുമോ? പിന്നെ സദ്യ. ഈശ്വരനെ ഓർത്ത് വേണ്ട. എന്തിനാടോ സ്വന്തം പലട കുത്തി മണപ്പിക്കുന്നത്? ഞാൻ എന്റെ വാക്ക് പാലിച്ചിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ അവളെ വിളിച്ചിറക്കൊണ്ട് വന്നിട്ടുണ്ട്. എന്റെ പുണ്യാളച്ചാ, ഇത് കേട്ടോ? മോനെ ചട്ടം കെട്ടി ഏതോ വലിയ വീട്ടിലെ പെണ്ണിനെ തട്ടിക്കൊണ്ട് വന്നിരിക്കുക. ഭൂമിയിൽ ഏതെങ്കിലും തന്തമാര് ചെയ്യുന്ന പണിയാണോ ഇത്? നാണം കെട്ടവന്റെ ആസനത്തിൽ ആര് മുളച്ച? അത് വെറുതാണല്ല. ഈ നാണം കെട്ടവന്റെ കുടുംബത്തിലേക്ക് എന്റെ മകള് കുരുതി കൊടുക്കേണ്ടി വന്നല്ലോ ഭഗവാനെ. താൻ ഇനി ഒരു അക്ഷരം മിണ്ടരുത്. എന്റെ മക്കളുടെ പ്രശ്നമാണ്. തനിക്കില്ല എന്താ കാര്യം? ഇറങ്ങിപ്പോ. എടി, ആ സഞ്ചി എടുത്തോളൂ. അവിടെ പൊന്നും കൊടുത്ത് സഞ്ചി. എന്നാ തന്റെ ഒരു സഞ്ചി. അപ്പോഴേ താനിത് എന്തിനുള്ള പുറപ്പാടാ? മക്കളെല്ലാരും ശീലാവതികളാണെന്നും പറഞ്ഞ് കിടന്നു കുറെ തുള്ളിയല്ലോ.
എന്താ ഇത്? എന്താ നാളെ ഇറങ്ങിപ്പോയോ? എന്താണെന്ന് ചോദിച്ചേ? നിന്നോടാ ചോദിച്ചേ? ഇന്ന് കൊന്ന് കുഴിച്ചു മുടിഞ്ഞ് നിന്നെ അവസാനിപ്പിക്കും. അയ്യോ എന്റെ കർത്താവേ ശംശായേ, ഞാൻ എന്തൊക്കെയായി കാണുന്നത്? ഇളയ മോളെയും ചട്ടം കെട്ടി വിട്ടിരിക്കുക. എന്തിന്? എന്റെ വീട്ടിന്റെ മുറ്റത്തെ ഗർഭസത്യാഗ്രഹം ഇരിക്കാൻ. നാണം ഉണ്ടോടോ തനിക്ക്? ഒരു പൂമുറ്റത്ത് മാധവൻ നായര്. കൊച്ചമ്മേ, മനസ്സാവാതെ ഞാൻ ഇതൊന്നും അറിഞ്ഞല്ല. മരിച്ചു നിൽക്കുക, ചാച്ചക്കുത്തരുത്. ശവങ്ങളൊന്നും എന്റെ വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല. എടുത്തോണ്ട് ഇറങ്ങി. ഞാൻ ഇറങ്ങിക്കോ. എപ്പോ ഇറങ്ങാമെന്ന്? എത്രയും വേഗം ഞങ്ങൾ ഇറങ്ങിത്തരാം. ഇനി നിങ്ങളെപ്പോലുള്ള അവതാരത്തിന് വേണ്ടി കാത്തിടക്കില്ല. സ്വന്തമായിട്ടൊരു തൊണ്ടും മണ്ണ് വാങ്ങി അതൊരു കൂര വെച്ച് അങ്ങോട്ടേ മാറൂ. പരവാസ്തോലിക്ക് ആദ്യം ക്ഷണിക്കുന്ന നിങ്ങളെ ആയിരിക്കും. ഭാരതി, മക്കളെ വിളിച്ചോണ്ട് കയറുക. മാധവനായുടെ വീട്ടിലേക്കല്ലേ നോക്കാം. മാധവൻ നായരെ, കൊള്ളാവുന്ന വീട്ടിലെ പെമ്പിള്ളേരെ തട്ടിക്കൊണ്ട് പോകാനാണ് പണി അല്ലടാ? ഇവിടെ ആരെയും തട്ടിക്കൊണ്ട് പോന്നിട്ടൊന്നുമില്ല. ദീപേ, എന്താ? ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തോടെ ഇറങ്ങി പോന്നതാ. ഇവരെല്ലാവരും പ്രായപൂർത്തിയായവരാ. തൽക്കാലം ഒരു ചടങ്ങ് എന്നുള്ള നിലയിൽ വിവാഹം രജിസ്റ്റർ ആക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാം. വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒന്നുകൂടെ കെട്ടാനും ഞങ്ങൾക്ക് സമ്മതം. സോറി സാർ, ഈ അവസ്ഥയിൽ വേണ്ട, നിങ്ങൾ പൊയ്ക്കോ. പാപ്പോ, പേടിക്കണ്ട, ഇവൻ തെണ്ടി നടക്കാനൊന്നും പോകുന്നില്ല. ഒരു ജോലി കിട്ടിയാ 4 പേരറിയ അന്തസ്സായിട്ട് നിങ്ങളുടെ അമ്മയുടെ കരുത്തെ താലി കെട്ടുകയും ചെയ്യും. അതുവരെ എന്റെ മോളെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ. ആ, അതിന് വിരോധമില്ല. പക്ഷെ എന്നിവന് ജോലി കിട്ടുന്നു അന്ന് നാട്ടുകിടപ്പനുസരിച്ച് ഞങ്ങൾ വന്ന് ചോദിക്കും. അപ്പൊ തിരിച്ചു തരണം. തമ്മിൽ അത്ര ഇഷ്ടമായോണ്ടാ. ദീപമോളെ, അല്ല അതിനിടയ്ക്ക് ഈ അവിഞ്ഞ കള്ളു മുതലാളുടെ കുരുട്ടുബുദ്ധി വല്ലതും കാണിച്ച ഈ നാട്ടിൽ നിയമമുണ്ട്, അത് മറക്കണ്ട. ഇല്ല, മറക്കാൻ പാടില്ലാത്ത ഒന്നും KRC മറക്കാറില്ല. അത് മതി. വാ. ഉം, ഉം. വണ്ടി എന്തേ? വണ്ടി വിറ്റു. വിറ്റോ? അല്ലെങ്കിൽ ഇപ്പൊ പഴയ ടാക്സികൾക്കൊന്നും ഓട്ടമില്ല. ആൾക്കാർക്ക് പുതിയ വണ്ടിയാണ് ഓട്ടം. പിന്നെ ഡീസലിന്റെ റേറ്റിലൂടെ നമുക്ക് മുതലാകുകയില്ല. സ്ഥലത്തിന്റെ കാര്യം ഞാനൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു ചെറിയ വീടും കൂടിയുള്ള സ്ഥലം നോക്കണതല്ലേ നല്ലത്? വീടും കൂടി ഉള്ളതൊക്കെ നോക്കാൻ തുക എന്താകുമെന്നാ വിചാരം. നമുക്ക് രണ്ടുപേർക്കും ചുരുണ്ടുകൂടിയാ പോരല്ലോ. സ്ഥല ആകുമ്പോ വീട് നമ്മുടെ സൗകര്യത്തിന് കുറേശ്ശെ പണിയാം. വീട് പണിയാന്നൊക്കെ പറഞ്ഞാ നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്ന കാര്യമാണോ? പയ്യെ തിന്നാ പനയും തിന്നാം, ഒക്കെ നടക്കൂന്നേ. ദാ, എന്താ മോനെ? ആ ചേട്ടൻ തന്നെ. പേര് PK ഉത്തമൻ, നാട് ചെർപ്പളശ്ശേരി, വയസ്സ് 26, വിദ്യാഭ്യാസം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ,
ഒറ്റത്തടി പറ്റിക്കൽ തട്ടിക്കൽ വെട്ടിക്കൽ ഇതൊന്നും പഠിച്ചിട്ടില്ല. 2 വർഷം ഗൾഫിലായിരുന്നു, ഇപ്പോൾ ലീവിലാണ്. ഉടൻ തിരിച്ചു പോണം. അതിനു മുമ്പ് വിവാഹം നിർത്തിയാൽ കൊള്ളാവുന്നുണ്ട്. ഊർമിളയാണ് വധുവായി മനസ്സിൽ കരുതിയിട്ടുള്ളത്. നേരിട്ട് പറയാൻ പേടിയുണ്ടായിട്ടല്ല, ഡ്രൈവർമാരുടെ കൈക്ക് നല്ല തഴമ്പുണ്ടാകുമെന്നറിയാം. പ്രതീക്ഷിക്കാത്ത പ്രതികരണം ഉണ്ടായാൽ തടി കേടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതൽ മാത്രമാണ് ഈ കത്ത്. ഉത്തരവാദിത്തോടെ ഉത്തമൻ. കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ? സത്യ. തമാശക്കാരാണല്ലേ? അത്യാവശ്യം ഹ്യൂമർ സെൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ അതാർക്കും അറിയില്ല. അത് മുഖത്തൊരു കള്ള ലക്ഷണം ഉള്ളതുകൊണ്ടാ. പേടിക്കണ്ട, നിർത്തി എന്റെ മകളെ തനിക്ക് തരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ സ്ത്രീധനമായിട്ട് വലിയൊരു തുക തരാൻ. സ്ത്രീധനം ഒരു ധനമല്ലേ, പിന്നെന്തിനാ സ്ത്രീധനം? എന്തായാലും ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. പക്ഷെ അധികം വൈകിക്കാൻ പാടില്ല, ലീവ് തീരുന്നതിന് മുമ്പ്. ആ നോക്കട്ടെ. ശരി. ഒന്നും വേണ്ടാന്ന് അവൻ പറഞ്ഞെങ്കിലും ഒരു 4-5 പവനെങ്കിലും ഇല്ലാണ്ട് എങ്ങനെയാ? നാട്ടുകാരെന്ത് പറയും? അവിടെ കാതലയും കഴുത്തലയും കൂടെ 2 കഷ്ടിയേ ഉണ്ടാവുള്ളൂ. വണ്ടി വിറ്റ് വക പലിശയും കടവും എല്ലാം കൂടെ തട്ടിക്കഴിച്ച് കൈ കിട്ടിയത് 12,000. അത്രേ ഉള്ളൂ? പിന്നെ 62 മോഡൽ പെട്രോൾ വണ്ടി വിറ്റാ എത്ര കിട്ടുമെന്ന് അതെന്റെ വിചാരം? പവന് 4,000 വെച്ച് കണക്കാക്കണം. കല്യാണ ചെലവ് വേറെ. പിന്നെ സ്ഥലത്തിന്റെ കാര്യത്തിന് എന്ത് ചെയ്യുമെന്ന? ആദ്യം ഇത് നടക്കട്ടെ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി നീട്ടിക്കൊണ്ട് പോകുന്നത് ശരിയല്ല. അവനാണെങ്കിൽ ലീവ് കുറച്ചു ദിവസം കൂടി ഉള്ളെന്നല്ലേ പറഞ്ഞത്? ആ വരും പോലെ വരട്ടെ.